ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമ്മുടെ ഉത്സവത്തിൻ്റെ 3rd ഡേ ആണ്. വൈകിട്ടാണ് ഗാനമേളയൊക്കെ ഉള്ളത്. അപ്പം ഞാൻ വൈകിട്ട് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ആയിട്ടുള്ള വീഡിയോയിൽ വരാം. ഞാനിവിടെ ഇങ്ങനെ ഒരു നല്ല സൺലൈറ്റൊക്കെ കണ്ടപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങാമെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെയുണ്ട്, നല്ല രസമല്ലേ നാച്ചുറൽ സൺലൈറ്റ് ഞങ്ങളുടെ കോട്ടിയാടിൽ. സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇന്ന് നമുക്ക് ഉത്സവത്തിൻ്റെ 3ാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ പോവാണ് 3rd ഡേ ഓഫ് ഉത്സവം. വയലൂർ അമ്പലത്തിലെ 3ാമത്തെ ദിവസം, ഉത്സവം 3ാമത്തെ ദിവസം. അപ്പം ഇന്ന് എന്താ പറയുക, ഗാനമേളയൊക്കെയാണ്. ഞാനിന്നൊരു സാധാരണ ഒരു ടോപ്പും ലൂസായിട്ടുള്ള വൈറ്റ് പലാസോ പാൻറ്റാണ് ഇട്ടേക്കണേട്ട്. ഇന്ന് കാണുന്നില്ല. ഇപ്പം നോക്കൂ, ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. മുടിയൊക്കെ ഞാൻ ഇന്ന് കെട്ടി വെച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോഴേ എപ്പോഴാണ് എഴുന്നേറ്റ് തുള്ളണ്ടി വരാമെന്നറിയില്ലല്ലോ. ദാറ്റ്സ് വൈ ഞാൻ മുടി ഒന്ന് കെട്ടി വെച്ചു. പൈസ എനിക്ക് ഇഷ്ടമായില്ല. വകച്ചിലെടുത്ത് കെട്ടാറില്ല. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇതുപോലെ വകച്ചിലെടുത്ത് കെട്ടാറില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ പോട്ടെ. എല്ലാ ദിവസവും ഒരുപോലെ അഴിച്ചിട്ടും ഇതാക്കി കൂടി കൂട്ടി ഇവിടെ ഉണ്ടാക്കി കിട്ടിയിരിക്കും. ഒരു പുഴു കയ്യിൽ, പുഴു എന്ന് വെച്ചാൽ ബണ്ണ് ഇത് ഈ സാധനം. അപ്പോൾ നമുക്ക് പോയാലോ, അമ്പലത്തിലേക്ക് പോയാലോ. പക്ഷെ ഇന്ന് ഫുള്ള് കോപ്പിറൈറ്റ് അടിക്കണ പാട്ടുകളല്ലേ. എന്താ പറയുക, ഗാനമേളയ്ക്ക് അവർ പാട്ട് പാടല്ലേ. അപ്പോൾ എന്തായാലും കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ പാട്ടിൻ്റെ സൗണ്ട് ഇല്ലാതെയോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ മ്യൂസിക് കൊടുത്തിട്ടോ ഒക്കെ ഇടേണ്ടി വരും കേട്ടോ. എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. ഗാനമേള ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കില്ലേ, അതാണ് എൻ്റെ ഒരു പ്രോബ്ലം. അപ്പം നമുക്ക് പോയാലോ. ജാനും അമ്മയും നംശിയും ഹാളിലുണ്ട്. അമ്മ ഇപ്പം സീരിയൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കാലമായിട്ട്. അപ്പോൾ സീരിയൽ ഞാൻ റെഡി ആയി വരെ ആ സീരിയൽ കണ്ടിട്ട് നമ്മട്ട് ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ ഗാനമേളയാണ് ഇപ്പം തുടങ്ങിയിട്ടുണ്ടാവും അവിടെ. നമുക്ക് വേഗം പോവാം. അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഗാനമേള തുടങ്ങി, സൗണ്ട് കേട്ട് തുടങ്ങി. ജാനു ഇത്ര നേരം അമ്മൂമ്മയുടെ കൂടെ സീരിയലിൻ്റെ കൂടെ അവിടെ ഇരുന്നു റെഡി ആവാൻ നോക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരം വൈകി ഞങ്ങൾ ഓടട്ടെ കൂട്ടി നമുക്ക് പോവാം. തുള്ളാനൊക്കെ പറ്റുമോ എന്തോ. അവിടെ നിന്ന് നല്ല കുട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പാട്ട് തുടങ്ങിയിട്ടില്ലല്ലോ ജാനു? പാട്ട് തുടങ്ങിയിട്ടുണ്ടാവും. കൊട്ടല്ലേ കേൾക്കണുള്ളൂ. പാട്ട് കേട്ട് തുടങ്ങി. സന്ധിച്ചിട്ട അവിടെ അമ്പലത്തിലെത്തി എന്നാണ് പറയണേ. പിന്നെ എന്നിട്ടടി അവിടെ സീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബാക്കിൽ പോയി ഇരിക്കേണ്ടി വരും. അയ്യോ അറിയില്ല. ഇതാണ് ജാനുവിൻ്റെ ഡ്രസ്. വേഗം പോവാം. മൈക്ക് ചെക്കൊക്കെ തുടങ്ങി. മൈക്ക് ചെക്കിങ്. അമ്പലത്തിലെത്തി. ഫസ്റ്റ് സോങ് എത്തി ആയി. പിള്ളേരുകൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്തി. തുള്ളാൻ വേണ്ടിട്ടാണ്. അപ്പൊ നമ്മുടെ ഗാനമേള ആരംഭിക്കുകയാണ് മക്കളെ, ആരംഭിക്കുകയാണ്. യോ
ആദ്യം തന്നെ അംബികേമ തുടങ്ങിയതുകൊണ്ട് പരിപാടി നന്നാവുന്നാണ് അംബിക പറയണേ. ഭക്തപ്രിയാണ് അംബിക. അമ്പലത്തിൽ കയറി ചുറ്റിയിട്ട് പോവാന്ന് വിചാരിച്ചു ഗാനമേളയുടെ ഇടയിൽ. പിന്നെ സുനിതേച്ചിയുടെ പുള്ളി കയറി പോരാണ്ട് സുനിതേച്ചിനെ കുഞ്ഞാവേനെയൊക്കെ ഒന്ന് കാണണം. നേരത്തെ പോലെ ഇന്നലെ കിട്ടി. സാമ്പാറും രസമൊക്കെ ഒരുമിച്ചാണോ? രസം വേണ്ട, രസം വേണ്ട. സൈഡിൽ ഒഴിക്കോ, സൈഡില് ആയിട്ട് അതിട്ടോ, അതിട്ടോ അപ്പുറട്ടോ ഇല്ല വേണ്ടേ. വരുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സോങ് ആണ് ഞാൻ പാടുന്നത്. അതിന് മുന്നേ നിങ്ങളുടെ എനർജി എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു പല്ലവി പാടാം, എല്ലാവരും ചേർന്ന് എന്റെ കൂടെ ഒന്ന് പാടണം. റെഡിയാണോ? ഒന്ന് ചിരിച്ച് എല്ലാവരും ഒന്ന് സ്മൈൽ ചെയ്തിരുന്നേ. ആഹാ, ആ പല്ലുകളൊക്കെ ഒന്ന് കാണിച്ചു ചിരിച്ച്. ഓക്കെ, ഞാൻ അതിന്റെ ഒരു പല്ലവി പാടുതരാം. പാടുമോ? എന്റെ കൂടെ പാടുമോ? ഓക്കെ, ഫൈൻ. നമ്മളോട് മാത്രമായിട്ട് ചോദിക്കുന്നു എല്ലാവരും. ഞങ്ങൾക്ക് ടാസ്ക് കൈതോല പായ വിരിച്ച് പായേലൊരു മഴനെല്ല് ഒലിച്ച് കാതുകുത്താനെ പകരും നിന്റെ മവന്മാര് കൊന്നേ. കാതുകുത്താനെ പകരും നിന്റെ മവന്മാര് കൊന്നേ. അതിന് മുന്നേ ഞാൻ ഈ ക്ലാസ് ഇനി ഞാനിത് നിങ്ങളോട് ചോദിക്കാന്ന് വെച്ചിട്ട് ഞാൻ ചാണക്കാരനാണെന്ന് നിങ്ങൾ പറയണ്ട. ഓക്കെ, കൈതോല പായ വിരിച്ച് പായേലൊരു ഒളിച്ച് കാതുകുത്താനെ പകരും നിന്റെ മവന്മാരെ കൊന്നേ. കാതുകുത്താനെ പകരും നിന്റെ മവന്മാര് കൊന്നേ.
ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു പുലിക്ക് സർബത്തൊക്കെ കുടിച്ച് ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ ഏകദേശം തീർത്ത് വീട്ടിൽ പോവാണ് കേട്ടാ. ഇവിടെ നിറച്ച് പ്രാണി. ഗാനമേള തകർത്ത് വിശർത്ത് കുളിച്ച് ഞങ്ങള് ഡാൻസ് കളിച്ച് വിശർത്ത് കുളിച്ചു. ഇനി നമുക്ക് തായമ്പതി ഒന്ന് കണ്ടിട്ട് വീട്ടിൽ പോവാം.
മണിയാവാറ എല്ലാ പരിപാടിയും തീർന്നു. ഞങ്ങൾ പോവാണ്, വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അമ്മയും ചുറ്റിയും പിള്ളേരും ഒക്കെ വീട്ടിൽ പോയി. ഇവരുടെ ഒപ്പം ഞങ്ങൾ ഇവരെ കിട്ടിയിട്ടുണ്ട് അവിടെ വരെ. ഇന്നത്തെ വിശേഷങ്ങൾ തീർന്നു കേട്ടോ. അപ്പൊ നമ്മള് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. ചീറ്റയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ എത്ര മണിയമ്മേ? 11 മണിക്കുള്ള ആട്ടാട്ടത്, ഊഞ്ഞാലാട്ടം. ഞാൻ അവിടത്തെ അമ്പലത്തിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇവര് ഉറങ്ങിണ്ടാന്ന് വെച്ച് വന്നപ്പോ ഉണ്ട് ഇവര് നേരത്തെ വന്ന് ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടുക. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ഇന്ന് ഉത്സവത്തിന്റെ 3ാമത്തെ ദിവസമായിരുന്നു. അടിപൊളി ഗാനമേളയായിരുന്നു. കുറെ തുള്ളിയക്കാരനെ നംശു റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കുറച്ച്. അപ്പൊ നാളത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.